ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സെപ്പറേഷൻ പീരീഡിൽ DMs അല്ലെങ്കിൽ റണ്ണറായിട്ടുള്ള ആ ഒരു ട്വിൻ ഫ്ലെയിം കൗണ്ടർ പാർട്ടിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു DFന് ഹീലിംഗ് ജേർണിയിൽ ഒരു ഇന്നർ യൂണിയൻ വരെയും ഉള്ളിൽ തോന്നാവുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി DFs ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. സെഷൻസിലൊക്കെ ഈ ഒരു കാര്യം ചോദിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കോമൺ ആയിട്ടൊരു ഉത്തരം പറയാം. അപ്പോൾ റണ്ണർ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജേർണീസിൽ DM തന്നെ ആയിരിക്കും, മസ്കുലൈൻ എനർജി തന്നെയായിരിക്കും റണ്ണറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സെപ്പറേഷന്, അതായത് ഒരേ സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ 5Dയിൽ ട്വിൻ ഫ്ലെയിംസ് ഒരിക്കലും സെപ്പറേറ്റഡ് അല്ല. എന്നാൽ 3Dയിൽ രണ്ട് ബോഡീസിലായതുകൊണ്ട് തന്നെ ഹീലിംഗ് ജേർണിയിൽ, ഹീലിങ്ങിൻ്റെ ഒരു ഫേസിൽ ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ ഒരു സെപ്പറേഷൻ ഫേസ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കൊണ്ടുവരുന്നതാണ്. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇനിഷ്യൽ ഡേയ്സിൽ സെപ്പറേഷൻ്റെ ഒരു ഇനിഷ്യേഷൻ എടുക്കുന്നതെന്ന് പറയുന്നത് റണ്ണറായിട്ടിരിക്കുന്ന ട്വിൻ ഫ്ലെയിം തന്നെയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മസ്കുലൈൻ എനർജി തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഈ ഒരു സെപ്പറേഷനിൽ എഫക്റ്റഡ് ആണോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ട് പാറ്റേൺ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കാര്യം പറയാനുള്ളത്, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സെപ്പറേഷൻ ഫേസ് വരുമ്പോഴൊക്കെയും പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു സെപ്പറേഷൻ എടുക്കുന്നത് ഇനിഷ്യൽ സ്റ്റേജസിൽ ഡിവൈൻ മസ്കുലൈൻ തന്നെ ആയിരിക്കും. ആക്ച്വലി ഈ ഒരു സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ട്രിഗർ പോയിൻറ്റിലായിരിക്കും ഈ ഒരു സെപ്പറേഷൻ ഫേസ് വരുന്നത്. അത് 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം ആ ഒരു ഇമോഷണൽ ഇംബാലൻസ്. മസ്കുലൈൻ എനർജി എപ്പോഴും ഒരു കൺട്രോളിങ് ബിഹേവിയറിലായിരിക്കും അതുവരെ വളർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സൊസൈറ്റി പാറ്റേൺസിൻ്റെ അനുസരിച്ച് ഇമോഷണൽ ഫേസിനെ അവർക്ക് സപ്രസ്ഡ് ആയിരിക്കും മസ്കുലൈൻ എനർജിയിൽ ബേസിക്കലി. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വരുമ്പോൾ അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട് ആ ഒരു എനർജറ്റിക്കൽ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെ അൺഹീൽഡ് ആയിട്ടുള്ള, സപ്രസ്ഡ് ആയിട്ടുള്ള, അവർ കാണാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു ഇമോഷണൽ ഫേസ് എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ സർഫേസിൽ വരുമ്പോൾ ആക്ച്വലി മസ്കുലൈൻ എനർജി ഈ ഒരു ഇമോഷണൽ വൾനറബിലിറ്റിയിൽ നിന്നും തിരിഞ്ഞോടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സെപ്പറേഷൻ ഫേസ് വരുന്നത്. പെട്ടെന്ന് ഇവിടെ മസ്കുലൈൻ എനർജി സൈലൻ്റ് ആവും, അല്ലെങ്കിൽ മേ ബി ബ്ലോക്ക് ചെയ്യാം, മേ ബി ഇനിയൊരു തേർഡ് പാർട്ടീനെ ചൂസ് ചെയ്തു, അതായത് ഇനിയൊരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്തു, അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലൈഫ് പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി, അല്ലെങ്കിൽ ജോലിയിൽ വളരെയധികം ബിസിയായി, അല്ലെങ്കിൽ അഡിക്ഷൻസിലേക്ക് പോയി, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് കേൾക്കാനോ കാണാനോ ഒക്കെ ഇടവരും. ഇത് അഗെയിൻ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഫെമിനൈൻ എനർജിയിൽ കിടക്കുന്ന അൺഹീൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ ലവിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഒരു ഓൾഡ് സെൽഫ് അല്ലെങ്കിൽ ഇമോഷണൽ ബാഗേജസിലേക്കുള്ള ഒരു ട്രിഗർ പോയിൻ്റ് ആയിരിക്കും ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫെമിനൈൻ എനർജീനേക്കാളും പെയിൻഫുള്ളായിട്ടുള്ള ലൈഫ്, അല്ലെങ്കിൽ പെയിൻഫുള്ളായിട്ടുള്ള ഡേ ടു ഡേ ലൈഫ് മസ്കുലൈൻ എനർജീൻ്റെ തന്നെ ആയിരിക്കും. അതിൻ്റെ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഫെമിനൈൻ എനർജി ഓൾറെഡി എനർജറ്റിക്കലി ഹീൽ ചെയ്യാൻ അറിയാം, അതല്ലെങ്കിൽ ആ ഒരു ഫേസിലേക്ക് വന്നു കഴിഞ്ഞിരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ. ആൻഡ് ഫെമിനൈൻ എനർജി ഇമോഷണലി എത്രത്തോളം ഇംബാലൻസ് ആണെങ്കിലും ഈ ഇംബാലൻസസിനെ ക്ലെൻസ് ചെയ്യാനും ഹീൽ ചെയ്യാനും, അല്ലെങ്കിൽ അതിനെ യൂണിവേഴ്സ് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തെ അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുമുള്ള ആ ഒരു റിസപ്റ്റീവ് മോഡിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഫെമിനൈൻ എനർജി എനർജറ്റിക്കലി വന്നു കഴിഞ്ഞിരിക്കും. എന്നാൽ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഇമോഷൻസിനെ ഫേസ് ചെയ്യാൻ അറിയാൻ വയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു എനർജറ്റിക് ഇംബാലൻസിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ഒരു എനർജീനെ മറ്റു പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്യുമ്പം മസ്കുലൈൻ എനർജിക്ക് എഗെയിൻ അവിടെ നിന്നും ട്രിഗേഴ്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. ആൻഡ്
ഈ ഒരു എനർജീനെ എത്രത്തോളം നമ്മൾ സപ്രസ് ചെയ്യുന്നു, നമുക്കൊക്കെ അറിയാം, സയൻസിൽ നമ്മളൊക്കെ എനർജീനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എത്രത്തോളം ആ ഒരു എനർജീനെ സപ്രസ് ചെയ്യുന്നു അത്രയും പ്രഷറോടെ അത് ബ്ലാസ്റ്റ് ആവും, അത് ബാക്കിലേക്ക് വരും. ദ സെയിം വേ മസ്കുലൈൻ എനർജിയുടെ കാര്യത്തിൽ എത്രത്തോളം അവർ ആ ഒരു എനർജീനെ, അതായത് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് എനർജീനെ ബൈപ്പാസ് ചെയ്യുന്നു, അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അവർ എത്തപ്പെടുന്നതും അവരുടെ ലൈഫ് എത്തപ്പെടുന്നതും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് സപ്രഷൻ മസ്കുലൈൻ എനർജി എടുക്കുന്നത്? ഇത് ഈ ജേർണിയുടെ ഡിസൈനിങ് തന്നെ അങ്ങനെയാണ്, ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഒരു ഡിസൈനിങ് തന്നെ അങ്ങനെയാണ്. കാരണം സപ്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സപ്രേഷൻ ഇല്ലെങ്കിൽ ഇതൊരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് പോലെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇതൊരു എനർജറ്റിക് കണക്ഷനാണ്, ബിയോണ്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ഇതൊരു സ്പിരിച്വൽ ഗ്രോത്തിനായിട്ടുള്ള ഒരു കണക്ഷനും കൂടെയാണ്. സോ ഈ സ്പിരിച്വൽ ഗ്രോത്ത് രണ്ട് ബോഡിയിലുള്ള സോളിന്, അതായത് ഫെമിനൈൻ എനർജിക്കും മസ്കുലൈൻ എനർജിക്കും വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേഷൻ മാൻഡേറ്ററി ആണ്. ഫെമിനൈൻ എനർജിക്ക് ഇമോഷൻസിനെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്നും അതിലൂടെ അവരുടെ ലോജിക്കൽ മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് അവരുടെ ഉള്ളിലെ ആ ഒരു ശിവശക്തി ഭാവത്തെ എങ്ങനെ അവർ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ജേർണി. എങ്കിൽ മസ്കുലൈൻ എനർജിക്ക് ജനറേഷൻസ് ആയിട്ട് അവരിൽ ബ്ലോക്കായി കിടക്കുന്ന ഇമോഷൻസിനെ ഫേസ് ചെയ്യാനും അതേപോലെ തന്നെ 3Dയിലുള്ള അവരുടെ കാർമിക് ക്ലിയറൻസിനും ആ കർമ്മയെ ഫേസ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ 3Dയിലേക്ക് എത്തപ്പെട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 3Dയിലേക്ക് ഗോ ത്രൂ ആയി ആ ലെസൺസ് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് ബോഡീസിലുള്ള സോൾസിനും, അല്ലെങ്കിൽ ആ ഒരു സോളിന് അത്രയ്ക്ക് പെയിൻഫുള്ളായ ജേർണി ആണെങ്കിൽ ഫെമിനൈൻ എനർജി 5Dയിൽ ഈ ഒരു ജേർണീൻ്റെ ലീഡറാണെന്ന് പറയാം. അതായത് എനർജീനെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് ഈ ജേർണീൻ്റെ അനുസരിച്ച് പഠിക്കുന്നത് ആദ്യം അവേക്കൻ ആവുന്ന ഫെമിനൈൻ എനർജി ആയതുകൊണ്ട് തന്നെ എങ്ങനെ എത്രത്തോളം ഫെമിനൈൻ എനർജി ബാലൻസ് ആവുന്നു, എത്രത്തോളം ഫെമിനൈൻ എനർജിക്ക് ഈ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് സറണ്ടർ ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം അവരുടെ മസ്കുലൈൻ എനർജിയും പെയിനിൽ നിന്നും കൺഫ്യൂഷനിൽ നിന്നും പുറത്ത് വന്നിട്ട് ഈ ഒരു ജേർണിയിൽ ആക്ച്വലി അവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഈ 3D ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പെയിനിനെ പതിയെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് സെൽഫ് ലവിലേക്ക് വന്ന് സറണ്ടർ ചെയ്യാൻ പഠിക്കും. എഗെയിൻ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ്റെ ജേർണി മാത്രമല്ല, സോൾ അവേക്കനിങ്ങിൻ്റെ ജേർണിയാണ്, സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ജേർണിയാണ്. സോ ഈ ജേർണി എന്ന് പറയുന്നത് ഡിവൈനിലേക്ക് മേർജ് ആവാനുള്ള ജേർണിയാണ്. യൂണിയൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ജേർണി ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ട് ബോഡീസിലുള്ള സോൾ, അതായത് ഡിവൈൻ ഫെമിനൈനും ഡിവൈൻ മസ്കുലൈനും അത്രത്തോളം സറണ്ടേർഡ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ആ ഒരു പെർമനൻറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ കൂടെ നടക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അത് എഗെയിൻ ഒരു ഡിവൈൻ ടൈമിംഗ് തന്നെയാണ്. സോ ഒരു പക്ഷേ ഒരു സെപ്പറേഷൻ ഫേസിലുള്ള DFs ആരെങ്കിലും ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഇതിൽ ഒരു പേഴ്സണലായിട്ട് ഒരു കാര്യവും ഇല്ല. അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നമ്മൾ ഒക്കെയും, അതായത് ഞാനും ഒരു DF ആണ്, വളരെ സെൻസിറ്റീവായിട്ട് ആലോചിക്കുമ്പോൾ 3D ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് വരുന്ന ട്രിഗേഴ്സ് ട്വിൻ ഫ്ലെയിമിൽ നിന്നാണെന്ന് നമ്മൾക്ക് തോന്നും. പക്ഷെ അത് ട്വിൻ ഫ്ലെയിമിൽ നിന്നല്ല, നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അൺഹീൽഡ് വേർഷനെ എടുത്ത് കാണിക്കാനായിരിക്കും അവരുടെ ത്രൂ ഡിവൈനായിട്ട് ട്രിഗേഴ്സ് തരുന്നത്. സോ ഇവിടെ നമ്മുടെ മസ്കുലൈൻ എനർജി ത്രൂ വർക്ക് ചെയ്യുന്നത് ഡിവൈൻ ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് പെയിനിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഈ ഒരു ജേർണിയിൽ ഒരു സ്റ്റേജ് കഴിയുമ്പം ഫെമിനൈൻ എനർജി അവരുടെ സോൾ ട്രൈബുമായിട്ട് സോൾ ഗ്രൂപ്പുമായിട്ട് കണക്റ്റ് ആവുകയും ആ പെയിനിനെ എങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് ആ പെയിനിനെ പവറിലേക്ക് എങ്ങനെ മാറ്റിക്കൊണ്ട് അവരുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് അതിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എങ്ങനെ അവരുടെ ഡിവൈൻ പർപ്പസിലേക്ക് കണക്ട് ചെയ്യണമെന്നും മനസ്സിലാക്കും. എന്നാൽ ത്രൂ ഔട്ട് ദ ജേർണി 3D ഓറിയൻറ്റഡ് ആയിട്ട് കാർമിക്സിൽ നിന്നുകൊണ്ട് കാർമിക് ക്ലിയറൻസ് നടത്തുന്ന DMന് തന്നെയാണ് സെപ്പറേഷൻ ഫേസിൽ ഏറ്റവും കൂടുതൽ പെയിൻ എന്ന് പറയുന്നത് ഉള്ളത്. കാരണം DMന് ഈ ഒരു പെയിനിനെ എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണമെന്ന് അറിയില്ല. അവരുടെ DF എന്നാണോ ഈ പെയിനിനെ ഹീൽ ചെയ്യാനും ലെറ്റ് ഗോ ചെയ്യാനും പഠിക്കുന്നത്, അപ്പോൾ മാത്രമേ എനർജറ്റിക്കലി അവർക്ക് അവിടെ ഒരു സ്പേസ് കിട്ടിയിട്ട്
അല്ലെങ്കിൽ ആ ഒരു ചാനൽ, ആ ഒരു പാത്ത് അവർക്ക് മനസ്സിലാവത്തുള്ളൂ, എനർജറ്റിക്കലി മനസ്സിലാവത്തുള്ളൂ. സോ ഈ ഒരു കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ലെവൽ 1 ക്ലാസ്സസ് ജാനുവരി 4 തൊട്ട് സ്റ്റാർട്ടാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശ ബുക്ക് റെക്കോർഡ്സിൻ്റെ റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ലാമ ഫെറയുടെ കേട്ടിട്ടുണ്ടായിരിക്കുക, അതൊരു ഹീലിംഗ് ടെക്നിക്കാണ്. അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.